അതെ, നമസ്കാരം. നമസ്കാരം. ഹലോ, എന്റെ പേര് ശരത്ത്. ഞാൻ എറണാകുളത്ത് വിളിക്കണതേ. പറഞ്ഞോ. ഞാനേ ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ആ ഉസ്താദ് മറ്റേ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ആ അപ്പൊ അതിനെപ്പറ്റി എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് മുസ്ലിം സമുദായത്തോട് പറയുന്നത്, മുസ്ലിമീങ്ങളോട് മാത്രം പറയുന്നത്, ഇസ്ലാം മത വിശ്വാസികളോട് പറയുന്നതാണ്. അല്ല മറ്റാരെയും. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വിഭാഗത്തിന് അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. യാതൊരു വിരോധമില്ല. ഒരു യഥാർത്ഥ ഹിന്ദു ആകുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ അടിയുറച്ച് നിൽക്കുമ്പോഴാണ്. ഒരു ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ്. അതേസമയം ഹിന്ദു അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉസ്താദേ. ഇല്ല, ആർക്കും എന്തും ഏത് രൂപത്തിൽ ജീവിക്കാൻ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഹിന്ദു അല്ലാണ്ട് നമുക്ക് ജീവിക്കാം. ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന ആളല്ല. എന്റെ പേരിൽ ഹിന്ദു ഉണ്ടെന്നില്ല, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളല്ല. ഞാൻ ഈ പറയുന്നത് ഉദാഹരണം പറഞ്ഞല്ലേ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഹിന്ദുവായിട്ട് ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന്. എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസികളോട് എനിക്ക് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാം. അത് ഉസ്താദ് അത് പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ വിളിച്ചത്. ഇപ്പൊ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഉസ്താദെ, 2-3 വർഷമായിട്ട് ഇപ്പൊ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാരും ഇങ്ങനെ പറയണതാണ് ഓണം ആഘോഷിക്കാൻ പാടില്ല, എന്ന് എങ്ങനെ പറയാറുണ്ട്. പക്ഷെ എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളും ഓണം ആഘോഷിക്കാറില്ല. എല്ലാവരും പിടിക്കണ്ട. അല്ല, നിങ്ങള് ഇപ്പോൾ ഉള്ള ആൾക്കാരത് ഓണാഘോഷിക്കാൻ സാധ്യതയില്ല, നമുക്ക് അറിയില്ല. അത് പക്ഷേ എനിക്ക് ഓണാഘോഷം മാത്രമല്ല, കള്ള് കുടിക്കാൻ താല്പര്യമില്ല, വ്യഭിചരിക്കാൻ താല്പര്യമില്ല. അതുപോലെ പറയട്ടെ പൊതുവാസങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന്റെ അർത്ഥം അതാരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ അർത്ഥം. മനസ്സിലായില്ല? തീർച്ചയായിട്ടും. ഞാൻ സർവമത സത്യവാദിയല്ല, ഏകദൈവ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതോടുകൂടി സ്നേഹിക്കുന്നതോടുകൂടി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ല. ഇപ്പൊ ശരത്ത് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് ഈ സ്നേഹത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാമിന് മറ്റുള്ളവരെ കാരണം അറിയോ, വേദഗ്രന്ഥങ്ങളെല്ലാം എടുത്തു വെച്ചാലും മറ്റു മതങ്ങളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഖുർആനാണ്. വല്ലാത്ത സുബുല്ലദിന അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ചീത്ത പറയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഷംസീർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത്. ഗണപതി മിത്താന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാം ശക്തമായിട്ട് അപലപിക്കുകയും എതിർക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഒരു മതത്തെ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം, എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനും പാടില്ല. ആയിക്കോട്ടെ ഉസ്താദ്, ഞാൻ അതിലൊന്നും എനിക്ക് ഉസ്താദിന്റെ ആ ഒരു നിലപാടുകളിലൊന്നും എനിക്ക് തർക്കമില്ലൊന്നുമില്ല. ഈ ഓണം പോലത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ദുബായ് കിരീടാവകാശി ഇന്നലെ ഓണ സദ്യ ഉണ്ട്. എല്ലാ മലയാളികൾക്കും പുള്ളി ഓണം നേർന്നേക്കണേ. ഇസ്ലാം എന്ന് പറഞ്ഞാലേ ദുബായ് ഭരണാധികാരിയോ ഞാനോ നീയോ ഈ നാട്ടിലെ മതപണ്ഡിതരോ അല്ല, മറിച്ച് വിശുദ്ധമായ ഗ്രന്ഥവും പ്രവാചകന്റെ തിരുമൊഴിയുമാണ്. ദുബായിലെ ഞാൻ നോക്കട്ടെ, നാളെ ദുബായിലെ കിരീട അവകാശി ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കാത്ത ഏതെങ്കിലും തരത്തിൽ മദ്യപാനവും മറ്റുള്ള ആ നാട്ടിൽ അനുവദിക്കുകയും അയാൾ തന്നെ കുടിക്കുകയും ചെയ്താൽ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അതുകൊണ്ട് ഹലാലാവോ? ശരത്ത് പറയാൻ പറ്റൂല. അപ്പൊ ഒരു വ്യക്തി, ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, മറിച്ച് പ്രത്യയശാസ്ത്രമാണ്. ഒരു വ്യക്തി ചെയ്യുന്നതല്ല ഇസ്ലാം, ഒരു കൂട്ടം ജനങ്ങൾ ചെയ്യുന്നതല്ല ഇസ്ലാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഉസ്താദ്, ഇപ്പൊ നിങ്ങള് മതപണ്ഡിതപരമായിട്ടുള്ള ആൾക്കാര്, നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മതത്തിൽ നിന്ന് പഠിച്ച് അപഗ്രഥിച്ചാണ് നിങ്ങളിത് പറയണത്. സ്വാഭാവികമായിട്ട് നിങ്ങളിത് പറയുന്ന കാര്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അതൊരു വർഗീയമായ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഏത് കാലഘട്ടം, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, ഏത് കാലഘട്ടത്തിലും ശരി പറയുമ്പോൾ ആ ശരിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ അതൊന്നും വില പോകത്തില്ല. മനസ്സിലായോ? പക്ഷെ അത് ഉസ്താദ് ഞാൻ ഇപ്പൊ നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാർ പോലും തള്ളിക്കളയുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വാസ്തവം. അത് തള്ളണം എന്നുള്ളതാണ്. മനസ്സിലായില്ല? തള്ളണം. മുസ്ലിങ്ങൾ ഭൂരിഭാഗം എന്തുകൊണ്ടാണെന്നറിയോ? പ്രവാചകൻ പറഞ്ഞെന്തറിയോ? അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും. അവരെന്ന് പറഞ്ഞാൽ നാമത്തിൽ മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, അവരുടെ പ്രവൃത്തിയിലും വിശ്വാസത്തിലും ഇസ്ലാമിന്റെ കണിക പോലും ഉണ്ടാവില്ല. അവർ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചണ്ടികളെ പോലെയാണ്, വെറും ചവറുകളാണ് എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അപ്പൊ അവരങ്ങനെ കാട്ടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. പറയുന്നത് ഇപ്പൊ തന്നെ മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാമിൽ പരസ്യമായി നൃത്തം ചെയ്യല് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇഷ്ടംപോലെ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ? ഞാൻ ചോദിക്കുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കണം നമുക്ക് ഇതൊക്കെ നമുക്ക് ബാധകമാണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് നിർമ്മിച്ചത് സ്വയം ഉണ്ടായതാണോ? മനുഷ്യൻ നിർമ്മിച്ചതാണോ?
അത് ഞാൻ ചോദിക്കണത് മനുഷ്യൻ നമ്മള് അല്ല, ഇവിടെ ഇരുന്ന് ഒറ്റ നമ്മൾ ഇവിടെ ഇരുന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സ്വയം നിർമ്മിക്കപ്പെട്ടതാണോ മനുഷ്യനുണ്ടാക്കിയതാണോ? അത് മനുഷ്യനുണ്ടായ സ്വാഭാവികമായിട്ട് അമേരിക്കക്കാരുണ്ടാക്കിയ സാധനം. ഓക്കെ, അമേരിക്കക്കാരൻ എങ്ങനെ ഉണ്ടാക്കിയതാണ്? അവന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ? അല്ലേ? ഇത്രയും വലിയ തലച്ചോറിന്റെ ഞാൻ ഒറ്റ വിഷയമുള്ളൂ. ഇത്രയും സങ്കീർണമായ ഒരു സംഭവം ഉണ്ടാക്കിയത് സ്വന്തം ഉണ്ടായതല്ല. ഇത്രയും ഭയങ്കര സങ്കീർണമായ ഒരു സാധനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര സങ്കീർണമായ, നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു സൃഷ്ടിയല്ലേ? വളരെ അത്ഭുതപ്പെടുന്ന ഒരു സൃഷ്ടിയല്ലേ? തീർച്ചയായിട്ടും. അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് മനുഷ്യന്റെ തലയല്ലേ? അതെ. നമ്മുടെ തന്നെ സ്വയം പറയുന്നു ഇത് സ്വയം നിർമ്മിക്കപ്പെട്ടതല്ല, മറിച്ച് മനുഷ്യൻ നിർമ്മിച്ചതാണെന്ന്. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനേക്കാൾ കാലാന്തരത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യൻ ഇനിയും കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. അവനിക്ക് അതിന്റെ കാരണം അവന് തലച്ചോറല്ലേ? അതെ. ആ തലച്ചോറ് അവനിക്ക് സ്വന്തം സ്വയം രൂപപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഉസ്താദ് ഇപ്പൊ ഈ ഉസ്താദ് പറയുന്ന മറുപടി കിട്ടുന്നില്ല. എനിക്ക് ഉത്തരമാണ് കിട്ടേണ്ടത്. അത് എനിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഉസ്താദ്, ഉസ്താദ് ഈ പറഞ്ഞ 1400 കൊല്ലം മുമ്പും 2000 വർഷം മുമ്പും 6000 വർഷം മുമ്പും മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു. പക്ഷെ അവരാരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അവരാരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോൾ എല്ലാം കണ്ടുപിടിച്ചു. അവരൊന്നും കണ്ടുപിടിച്ചില്ല എന്നതിന്റെ അർത്ഥം അവർ ബുദ്ധിയില്ലാത്തവരും വിവരമില്ലാത്തവരും. ഓരോ കാലാന്തരത്തിൽ അതാത് മനുഷ്യനിക്ക് അനുയോജ്യമായ ഓരോന്നും ഓരോ കാലാന്തരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഈ ബിഗ് ബാങ് തിയറി അഥവാ പ്രപഞ്ചോൽപത്തിയുടെ ഉടനെ തന്നെ ഇതൊന്നും കണ്ടുപിടിക്കപ്പെടുകയില്ല. മനുഷ്യൻ ഒരുപാട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അവൻ കാലത്തോട് പോരാടി തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോഴും നമ്മൾ പറയുന്നു മനുഷ്യൻ കാലത്തോട് പൊരുതിയ നമ്മൾ പറയുന്നത്. മനുഷ്യൻ കാലത്തോട് പൊരുതിയത്. മനുഷ്യൻ ഈ കാലത്തോട് പൊരുതാനുള്ള ഈ മെമ്മറിയും ഈ കരുത്തുറ്റ കഴിവൊക്കെ എവിടുന്നാ കിട്ടിയത്? എവിടെന്നാണ് കിട്ടിയ ഉസ്താദ്? അത് മനുഷ്യനെ ആർജിച്ചെടുത്ത കഴിവല്ലേ ഉസ്താദ്? എങ്ങനെ സ്വയം ആർജിച്ചെടുത്തോ? സ്വയം ആർജിച്ചെടുത്തോ? ആ ഉത്തരം കിട്ടോ? സ്വയം ആർജിച്ചെടുത്തോ? ഉസ്താദ് ഈ ലോകത്തിലുള്ള എല്ലാ ഞാനൊരു കാര്യം വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഏതൊക്കെയാ? വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകത്തെ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ ഘടകം പിടിച്ചു. ഈ ഘടകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വെള്ളം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അത് പിന്നീട് നമ്മൾ കണ്ടെത്തുകയാണ്. നമ്മൾ കണ്ടെത്തുകയാണ് അതിനകത്ത് ഉള്ള ഘടകം. നിലവിൽ വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നീട് അതിന്റെ ശരികളിലേക്കും അതിന്റെ ഉത്തരങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരുകയാണ്. അത് എത്തിച്ചേരുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധി നമ്മൾ പറയുന്നു ഈ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ മുഴുവനും നമ്മുടെ തല ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. സ്വയം ഉണ്ടായതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച ആ മെമ്മറി നമുക്ക് തന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സ്വയം ഉണ്ടായതാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഒറ്റ ചോദ്യമുള്ളൂ, എന്തുകൊണ്ട് മനുഷ്യർ മൃഗത്തിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുന്നു? മൃഗങ്ങൾക്ക് നമ്മുടെ ബുദ്ധിയുണ്ടോ? നമ്മുടെ ബുദ്ധി ഇല്ല. ഈ ഇന്ന് വരെ ചരിത്രത്തിൽ മനുഷ്യനെ മൃഗം വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ടോ? മനുഷ്യനെ മൃഗങ്ങൾ വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. പക്ഷെ മനുഷ്യൻ എന്തിനു ഉപയോഗിച്ചിട്ടുണ്ട്? മൃഗത്തിനെ ഉപയോഗിച്ചിട്ടുണ്ട്, വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ മനുഷ്യനും മൃഗവും തുല്യമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? മനുഷ്യനും മൃഗവും തുല്യമാണോ എന്ന് വെച്ചാൽ തുല്യമല്ലെന്ന് തന്നെ ഉത്തരം. എന്നാൽ എന്തുകൊണ്ടാണ് തുല്യമല്ലാത്തത്? ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ ജീവികളും വ്യത്യസ്തങ്ങളായ ബുദ്ധിവൈഭവമാണ് മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കുള്ളത്. എന്തിനായിരിക്കും ഈ മനുഷ്യർക്ക് മാത്രം സ്വാഭാവികമായി ഇത്ര വലിയൊരു ബുദ്ധി വന്നത്? നമ്മൾ പറയുന്നു ഈ കുരങ്ങിൽ നിന്നാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കപ്പെട്ടതും മാറ്റപ്പെട്ടതും എല്ലാം പരിണാമ സിദ്ധാന്തം കൊണ്ടാണ്. എന്തുകൊണ്ട് ഈ മനുഷ്യൻ മാത്രം, കുരങ്ങിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് നിലവിൽ ഭയങ്കര ബുദ്ധിമാനും നിലവിൽ കുരങ്ങന് ഈ ലോകത്തൊരു സാധ്യത ഇല്ലാതായിപ്പോയി? എന്തുകൊണ്ടായിരിക്കും അത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. ശരിയല്ലേ? മനുഷ്യനെ എല്ലാ മൃഗങ്ങളെക്കാളും പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യന് കൃത്യമായ ജീവിത സംഹിതയും ലക്ഷ്യമുണ്ട്. ശരിയല്ലേ? അതെ. അല്ല, ഈ ലക്ഷ്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു. എന്തായിരിക്കും ജീവിതത്തിന്റെ അർത്ഥം? ശരത്ത് പറഞ്ഞാൽ ജീവിതത്തിന്റെ അർത്ഥം എന്താ? ആഹാരം കഴിക്കലോ കളിയോ ചിരിയോ തമാശയോ മാത്രമാണോ ജീവിതം എന്ന് എനിക്ക് പറഞ്ഞാൽ മതി. ജീവിതത്തിന്റെ ഉത്തരം പറഞ്ഞ് നമ്മുടെ ഈ കോൾ ഇവിടെ അവസാനിക്കും. എനിക്ക് ജീവിതത്തിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. എന്താണ് ജീവിതം അർത്ഥമാക്കുന്നത്? ഞാന് ഇപ്പൊ ഉസ്താദ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തരും പറയാൻ പോകുന്ന ഓരോരോ മറുപടി ആയിരിക്കും. പക്ഷെ ആ മറുപടി ഒന്നും എന്താവൂല. ആ മറുപടി ഒന്നും ശരിയിലേക്ക് എത്തൂല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ശരത്തിനോട് പറയാണ്, ശരത്ത് മോനെ, ലോകം ഞാൻ പറയാണ് ശരത്തെ, മരണാനന്തരം ഒന്നും ഒരു ജീവിതമില്ല.
ഇനി ഒന്നും മേടിക്കാനുമില്ല, ഇനി ഒരു സ്വർഗം കിട്ടാനുമില്ല. എല്ലാ സ്വർഗവും ഇവിടെ തന്നെയാണ്. ഞാനിപ്പോ ശരത്തിനോട് പറയാണ്, എല്ലാ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം ഭൂമിയിൽ തന്നെയാണ് സ്വർഗം, അല്ലെ? അതിന് ഒറ്റ നിരൂപണം മാത്രമേ ഉള്ളൂ. ശരത്തെ, ഈ ഹിറ്റ്ലർ ഇവിടെ 60 ലക്ഷത്തിലധികം ആളുകളെ കൊന്നു, ശരിയല്ലേ? അദ്ദേഹം എന്തിനു വേണ്ടിയാ കൊന്നത്? അദ്ദേഹം ഏകാധിപതിയായി ഇവിടെ ഭരണം നടത്താൻ വേണ്ടി, സ്വർഗ സമാനമായി ജീവിതം നയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ജൂതന്മാരെ കൊന്നൊടുക്കി, അല്ലെ? എന്നാൽ അദ്ദേഹം ഇവിടെ സന്തോഷവും സുഖങ്ങളും എല്ലാം ഈ ഭൂമിയിൽ അനുഭവിച്ചു. ഒടുവിൽ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചെങ്കിലും അയാളെ ഏകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി 60 ലക്ഷത്തിലധികം ജൂതന്മാരെ കൊല്ലുകയും അയാൾ പ്രജാപതിയായി ഇരിക്കുകയൊക്കെ ചെയ്തു. അവസാനം ഒടുവിൽ അയാൾ മരിച്ചു. അയാൾ ഇവിടെ സ്വർഗസുഖം അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്, ഒരു ദിവസമെങ്കിലും. എന്നാൽ അദ്ദേഹത്തിന്റെ ഗ്യാസ് ചേംബറിൽ വെന്ത് മരിക്കപ്പെട്ട 60 ലക്ഷം മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ ഏത് തരം സ്വർഗമാണ് കിട്ടിയത് എന്ന് പറഞ്ഞുതരുമോ? അതെ, എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഒരുപാട് ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ശരത്തെ പറഞ്ഞത് ജീവിതത്തിന് അർത്ഥമുണ്ട്. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ശരത്തെ, തമാശ പറഞ്ഞല്ല. അതിന് ഖുർആൻ പറഞ്ഞെന്തറിയോ? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും അനന്തര ജീവിതവും ഒക്കെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയെന്നറിയോ? നിങ്ങൾ ഭൂമിയിൽ നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ശരത്തും ഞാനും ഒക്കെ ഉള്ളത് ഭൂമിയിൽ ഒരു പരീക്ഷ ഹാളിലാണ് നമ്മളുള്ളത്. നമ്മൾ എന്തിനെ വിട്ടെന്നറിയോ? നമുക്ക് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും വ്യഭിചരിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ തന്നു. എന്നിട്ട് ടാസ്ക് തന്നിരിക്കുകയാണ്, എന്തറിയോ? ഇതിൽ ശരി ആര് ചെയ്യും, തെറ്റാര് ചെയ്യുമെന്ന ടാസ്ക് തന്നിരിക്കുകയാണ്. ഈ ടാസ്കില് ഈ പരീക്ഷ ഹാളിൽ 100% മാർക്ക് മേടിക്കുന്നവർക്ക് ഒരു ജീവിതമുണ്ട്. ഇല്ലെങ്കിൽ 60 ലക്ഷം പേരെ കൊന്ന ഹിറ്റ്ലറിന് ഒറ്റ പ്രാവശ്യം മാത്രം വെടികൊണ്ട് മരിക്കപ്പെടുമ്പോൾ അവിടെയുള്ള നീതി എന്താണ്? 60 ലക്ഷം മനുഷ്യർക്ക് നീതി കിട്ടണ്ടേ? അങ്ങനെങ്കിൽ 60 ലക്ഷം പ്രാവശ്യം അയാൾ എന്ത് ചെയ്യണം? കൊല ചെയ്യപ്പെടണം, അയാൾ ആത്മഹത്യ ചെയ്യപ്പെടണം, എങ്കിൽ മാത്രം നീതിയാവുള്ളൂ. ഒരാൾക്ക് വേണ്ടി മാത്രമേ ഹിറ്റ്ലർ എന്ത് ചെയ്തു? വെടികൊണ്ട് മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് നീതി കിട്ടണമെങ്കിൽ അത്രയും പ്രാവശ്യം അയാൾ ആത്മഹത്യ ചെയ്യപ്പെടണം. അതുകൊണ്ട് ശരത്ത് എപ്പോഴെങ്കിലും രാത്രി ഈ റൂമിന്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ശരത്തൊന്നിരുന്നു ഏകാന്തമായി ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ട് ഞാനൊരു വ്യത്യസ്ത ജീവിയായി? ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സൃഷ്ടി റോബോട്ടാകുമ്പോൾ ആ റോബോട്ടിനെയും അതിനപ്പുറം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ, എല്ലാത്തിനും വ്യതിരിക്തമായ ഒരു മനുഷ്യന്റെ ജീവിത സംഹിതയെല്ലാം തന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതെല്ലാം ഇവിടെ സ്വാഭാവികതയിൽ നിന്നുണ്ടായതാണ്, എല്ലാം സ്വാഭാവികതയിൽ നിന്നും എല്ലാം അങ്ങ് തന്നെ ഉണ്ടായി വന്നതാണെന്ന് പറയുമ്പോൾ വിഡ്ഢികൾക്കല്ലാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ബോധമുള്ളവൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഉസ്താദ് പറയുമ്പോഴത്തേക്ക് ഉസ്താദ് ഒരു മതത്തിന്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കണം. അല്ല, ഞാൻ മതത്തിന്റെ അടിത്തറ ഞാൻ മതത്തിന്റെ അടിത്തറ മാത്രമല്ല, ഞാൻ നിനക്ക് വിശാലമായ ഒരു ചിന്ത തുറന്നു തരിക. ഞാൻ എന്നോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ വിശാലമായ ഒരു ചിന്തയുടെ വാതിൽ ശരത്തിന് തുറന്നു തന്നിരിക്കുകയാണ്. ശരത്താണ് ചിന്തിക്കേണ്ടത്, ഇസ്ലാമിലേക്ക് വരാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. നിനക്ക് ശരികളിലേക്ക് വരാൻ ഇന്ന് ഞാൻ ഈ പറഞ്ഞ വാക്ക് നീ ആരോട് ഏത് യുക്തിവാദത്തിൽ ചോദിച്ചു? ജീവിതത്തിന്റെ അർത്ഥം എന്താ? ജീവിതത്തിന്റെ അർത്ഥം എന്താ? കാരണം അറിയോ, മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വ്യവസ്ഥിതിയില്ല. എല്ലാം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ മനുഷ്യനാരാ? ഞാനും നീ ആരാന്നുള്ള ചോദ്യം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി ചെലവഴിക്കാൻ വേണ്ടി തന്നല്ലേ, അല്ലെ? അപ്പൊ ചിന്തിക്കാൻ വേണ്ടി തന്നല്ലേ? ആ ചിന്തിച്ച് ഇവിടെ എത്തണമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഉസ്താദ് ഇസ്ലാമിക അടിത്തറയിൽ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതനായത് ഞാൻ ഇത്രയും നേരം ഇസ്ലാമിനെ കുറിച്ചാണോ പറഞ്ഞത്? ശരത്തിനോട് ഇല്ല, ഞാൻ പറഞ്ഞ ചിന്തയുടെ ചക്രവാളം, ചിന്താ ചക്രവാളത്തിലേക്ക് നിങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഏത് യുക്തിവാദിയോട് നിങ്ങൾ സംസാരിച്ചോ? ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തരും മറുപടി പറയാനില്ല. തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഉസ്താദേ ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ഒരു പള്ളിയിലെത്തി നമ്മളോട് പറയണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തന്ത്രി നമ്മോട് പറയണ ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ? അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കണം? അല്ല, നിങ്ങൾ ഇപ്പൊ പള്ളിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, പള്ളിയിൽ അച്ഛൻ പറയുന്നതും അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജാരിയൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്? നമ്മളോട് പറയുന്നത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവും മനുഷ്യനിക്കൊരു ജീവിത വ്യവസ്ഥയും മനുഷ്യർക്കൊരു ലക്ഷ്യബോധവും ഉണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ. മതം സ്വീകരിക്കാതിരിക്കുക, മതത്തിലേക്ക് ക്ഷണിക്കുക, അതിനപ്പുറം ആദ്യം എങ്ങോട്ടാ എത്തിക്കുക? നീ ദൈവമുണ്ട്, ദൈവം നമുക്കൊരു സംഹിത തന്നിട്ടുണ്ട്, മനുഷ്യന് ശരിയും തെറ്റും നിർണയിച്ചു തന്നിട്ടുണ്ട്, അത് ചെയ്യണം, അതനുസരിച്ച് പ്രതിഫലവും ശിക്ഷയും കിട്ടുമെന്ന് ഏതൊരു പൂജാരിയും ഏതൊരു ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛനും പറയും. അതിനപ്പുറം മതത്തിലേക്ക് വരിക എന്നതിനപ്പുറം നീ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് നിന്റെ ബുദ്ധി തന്നെ പറയും എനിക്ക് ഏകദൈവം വേണോ, അതല്ല തൃത്വം വേണോ, അതല്ല 33 കോടി ദൈവങ്ങൾ വേണോ എന്ന് നിന്റെ മനസ്സ് തന്നെ പറയും നിന്നോട്. നിന്റെ മനസ്സ് അതിനെ ഒരു മുസ്ലിം ആവശ്യമില്ല, ഒരു പള്ളിയിൽ ഉസ്താദിന്റെ ആവശ്യമില്ല. നീ തന്നെ ശരി ഇന്ന് മുതൽ തേടി നീ അന്വേഷിക്കും. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം
എന്താണെന്നറിയോ? യഥാർത്ഥ ശരി തേടിയുള്ള അലയില. യഥാർത്ഥ ശരി തേടിയുള്ള അലയില മനുഷ്യന്റെ ജീവിതം. നീ ശരി തേട്, നീ മറ്റെല്ലാ വിഡ്ഢിത്തരങ്ങളും കള. രവിചന്ദ്രനെ ആണെങ്കിലും മറ്റുള്ള യുക്തിവാദികളൊക്കെ അവരെയൊക്കെ വിഡ്ഢിത്തം വിട്. അവരെന്നൊക്കെ പറഞ്ഞാൽ ഈ പറയപ്പെട്ടതുപോലെ എന്താ പറയാ, മനുഷ്യന് ശരിയായ ദിശയിൽ തെറ്റിക്കാനുള്ളവരാ. ഇതൊക്കെ വിട്ട് മതത്തിനപ്പുറവും നീ ചിന്തിച്ചിട്ട് നിനക്ക് ഈ ശരിയിലേക്കുള്ള നിന്റെ യാത്ര തുടര്. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അറിയോ, ഈ ജീവിതം വെറുതെ പാഴായി പോകുന്നോണ്ട് ഞാൻ പറഞ്ഞത്. ശരത് ഉസ്താദ് പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉസ്താദ് വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഉസ്താദുമായിട്ട് തർക്കിക്കാനും ഞാൻ ആളല്ല. ഞാൻ അത്രയും വലിയ അറിവുള്ള ഒരാളല്ല ഉസ്താദിനത്ര. ഞാൻ